ഇന്ന് മുഖ്യമന്ത്രിയെ മാത്രമല്ല അൻവർ ആക്രമിച്ചത്, മുഖ്യമന്ത്രിക്ക് കൂടുതൽ മുറിവേൽക്കുന്ന വിധത്തിൽ മുഹമ്മദ് റിയാസിനെയും ആക്രമിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല ADGPയെയും പരിഹസിക്കുകയുണ്ടായി. ADGPയും മുഖ്യമന്ത്രി അങ്കിളെന്നാണ് വിളിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു സണ്ണിൻലോ ആയിട്ട് അദ്ദേഹത്തിന് ADGPയെ തോന്നുന്നുണ്ടാകാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ ദിവസവും പ്രതികരിച്ചിരുന്നത് മുഹമ്മദ് റിയാസാണ്. ഇന്ന് ഈ അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷവും അതിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ റിയാസ് മാധ്യമങ്ങളുടെ മുന്നിലൂടെ പോയിരുന്നു, പക്ഷെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഗുരുതരമായ ആരോപണങ്ങളാണ് PV എന്നവർ ഉന്നയിച്ചിരിക്കുന്നത്. പരിപാടിയിലല്ലേ കഴിഞ്ഞിട്ട് അതിഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെയും താങ്കൾക്കെതിരെയാണ്. പാർട്ടിക്കെതിരെയും താങ്കൾക്കെതിരെയാണ് ഗുരുതരമായ. ഇപ്പൊ ടൂറിസം കേരള ട്രാവൽ മാർട്ടിന് വന്നത് മുഖ്യമന്ത്രിക്കെതിരെയും താങ്കൾക്കെതിരെ. മുഖ്യമന്ത്രി താങ്കളെ സംരക്ഷിക്കുന്നു, അതിനുവേണ്ടി പാർട്ടി ഉപയോഗിക്കുന്നു. പ്രയാസമായിരിക്കും മുഹമ്മദ് റിയാസിന് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. മരുമകൻ എന്ന നിലയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. അതിനിപ്പോൾ പിണറായി തന്നെ ഉത്തരം പറയേണ്ട ബാധ്യതയിലേക്ക് അൻവർ എത്തിച്ചിരിക്കുകയുമാണ് വളരെ സമർത്ഥമായി.